ഈ നിലമ്പൂരിൽ എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെ ഒരു കൗതുകമായിരുന്നു. ഒരു രക്തസാക്ഷി പരിവേഷത്തോടു കൂടിയാണ് എം സ്വരാജ് അവിടെ സ്ഥാനാർത്ഥിയായത്. പക്ഷെ ഇപ്പൊ എം വി ഗോവിന്ദൻ കൂടി കളത്തിലിറങ്ങിയതോടുകൂടി സ്വരാജിന്റെ കാര്യം ഏതാണ്ട് തീരുമാനമായി എന്നാണ് കേൾക്കുന്നത്. എന്താണ് സംഭവം? അല്ല പ്രേമ, എങ്ങനെ രക്തസാക്ഷിയാവുന്നത്? അതായത് അവിടെ ജയസാധ്യത ഇല്ലാത്ത ഒരു മണ്ഡലം, തീരെ ഇല്ലാത്തൊരു മണ്ഡലം എന്ന രീതിയിലാണല്ലോ. അപ്പൊ പിന്നെ സ്വരാജിനെ പോലെ വലിയൊരു പ്രൊഫൈലുള്ള ആൾ അവിടെ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും രക്തസാക്ഷി പരിവേഷം അത് ആ രീതിയിലല്ലേ ചിത്രീകരിക്കപ്പെടുക? ഒരിക്കലും ഇല്ല. പ്രേമ പറയുന്ന പോലെ എം സ്വരാജിന് ഒരിക്കലും ഒരു വലിയ പ്രൊഫൈൽ, വലിയൊരു പരിവേഷമൊന്നുമില്ല. അതൊക്കെ പുറത്തേക്ക് നമുക്ക് തോന്നുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ പുള്ളി ഭയങ്കര പുലി അതൊക്കെ ഉണ്ടാവും. സോഷ്യൽ മീഡിയ വന്നിട്ട് 20 കൊല്ലത്തിനകത്തല്ലേ ആവുള്ളൂ. അതാണ് കാര്യം അല്ലേ? അതാണ് കാര്യം. അല്ല, നമുക്കൊക്കെ അല്ല, എനിക്ക് പ്രേമനെക്കാളും കുറച്ചുകൂടെ ഏജ് ഉണ്ട്. അതെ, എനിക്ക് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു 20 കൊല്ലത്തിനകത്ത് പരിചയം. യഥാർത്ഥ വയസ്സ് ഇപ്പൊ എത്രയാ? എന്റെ വയസ്സാണോ? ദൈവമേ, എനിക്ക് 52 വയസ്സായി. ചെറുപ്പമാണല്ലോ. എന്നിട്ട് അല്ല, എം സ്വരാജിന് 45 വയസ്സായി. അത് ശരി. എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് പറഞ്ഞാണ് നമ്മളിങ്ങനെ ഇതുവഴി എന്റെ വയസ്സിലേക്ക് വരെ എത്തിയത്. അല്ല, എം സ്വരാജ് എന്ന നേതാവൊക്കെ ഇന്നലെ ഉണ്ടായ നേതാവെന്നൊക്കെ വേണമെങ്കിൽ ഒരു ചെറിയ നിരീക്ഷകരെന്ന വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയൊന്നും പറഞ്ഞു കളയല്ലോ. പുള്ളി സത്യാനന്തര മറ്റ് മാധ്യമ പ്രവർത്തനത്തെ കുറിച്ച് ഗവേഷണമൊക്കെ നടത്തിക്കൊണ്ട് EMS അല്ലല്ലോ. അതെ അതെ അല്ലല്ലോ. എന്തായാലും നമ്മൾ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം കൈപ്പത്തിക്കെതിരെ അരിവാൾ അല്ലെങ്കിൽ ചുറ്റിക അരിവാൾ നക്ഷത്രം, അത്ര മാത്രമേ ഉള്ളൂ. കൈപ്പത്തി സ്ഥാനാർത്ഥിക്കെതിരെ ചുറ്റിക അരിവാൾ നക്ഷത്രം, അങ്ങനെ ഒരു സ്ഥാനാർത്ഥി, അതിനൊരു ചിഹ്നം, ആ ചിഹ്നത്തിന് എം സ്വരാജ് യോഗ്യനാണ്. മുരളീധരൻ നായർ മകൻ സ്വരാജ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അച്ഛന്റെ പേര് മുരളീധരൻ നായർ എന്നാണ്. അങ്ങനെയാണെന്നാണ് എന്റെ. നായരില്ല, സ്വരാജ് മാത്രം. ഇപ്പൊ സ്വരാജ്, എം സ്വരാജ്. അപ്പൊ എം സ്വരാജ് സ്ഥാനാർത്ഥിയാകുമ്പോൾ പിണറായി വിജയന്റെ കണ്ടെത്തൽ എന്ന് പറയുമ്പോൾ ആ കണ്ടെത്തൽ എല്ലാവരും അംഗീകരിക്കണമെന്നൊന്നുമില്ല, അല്ലേ? ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ പിണറായി വിജയൻ CPM-ന്റെ മുഖ്യമന്ത്രിയല്ല. പിണറായി വിജയൻ എൻറ്റയർ കേരളയുടെ മുഖ്യമന്ത്രിയാണ്. നമ്മളെല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. അതെ. അദ്ദേഹത്തിന്റെ പെരുമാറ്റം കണ്ടാൽ CPM-ന്റെ മുഖ്യമന്ത്രി എന്ന് തോന്നും. പുള്ളി പാർട്ടി സെക്രട്ടറി ആണെന്നാണ് ഇപ്പോഴും അദ്ദേഹം പാർട്ടി സെക്രട്ടറിയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ പോയിട്ടുണ്ടാവുന്ന എന്റെ വിശ്വാസം. ഉറപ്പായിട്ടും പോയി. ഞാനും പോയിട്ടുണ്ട്. ഇപ്പോഴും ഒരു പാർട്ടി ഓഫീസിന്റെ സെറ്റപ്പാണ് അദ്ദേഹത്തിന്റെ ഓഫീസ്. ഒരു പാർട്ടി ഓഫീസിന്റെ സെറ്റപ്പാണ്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് സ്വരാജിനെ മന്ത്രിയാക്കും എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ആരൊക്കെയോ പറയുന്നുണ്ട്, അവിടുത്തെ സഖാക്കളൊക്കെ പറയുന്നുണ്ട്. ജയിക്കണ്ടേ? അതാദ്യം പറ, ജയിക്കണ്ടേ? എം സ്വരാജ് ജയിച്ചാൽ മന്ത്രിയാകും എന്നാണ് അവിടെ സഖാക്കൾ വോട്ട് ചെന്ന് ചോദിച്ചോ പറഞ്ഞിരിക്കുന്നത്. അത് ശരി. അങ്ങനെ ഒരു 8 മാസം മാത്രമുള്ള ഒരു നിയമസഭാ കാലയളവിൽ പുള്ളി എങ്ങനെ മന്ത്രിയാകും? അല്ല, അതായത് പ്രേമൻ, നമ്മൾ മനസ്സിലാക്കിയുള്ള ഒരു കാര്യം എങ്ങനെയെന്ന്, നമ്മുടെ ഈ സർക്കാർ എന്ന് പറയുമ്പോൾ ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരല്ല. പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അല്ല. അദ്ദേഹം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഈ ഉത്സവം നടത്തിപ്പുകാരെ കുറിച്ച് അറിയില്ലേ? ഒരു ഉത്സവം നടത്തിപ്പുകാരെങ്ങനെയാണ്? ഒരു കാർണിവൽ നടത്തിപ്പുകാരെങ്ങനെയാണ്? ഈ സ്റ്റാളുകാരന്റെ കാശ് കൃത്യമായി വാങ്ങും, അല്ലേ? ഒരു സ്റ്റോൾ ക്യൂബിക് മീറ്റർ, ഇത്ര ക്യൂബിക് മീറ്റർ അവന്റെ കാശ് വാങ്ങും. ബലൂണുകാരന്റെ കാശ് വാങ്ങും. ഹോട്ടലുകാരനെ നടത്തുന്ന അവന്റെ കാശ് വാങ്ങും. ഇങ്ങനെ ഒരു ഈവൻ മാനേജ്മെന്റ്, തറവാടക, അതുപോലുള്ള എല്ലാ കാര്യങ്ങളും. പിന്നെ പൂജാരിക്ക് കാശ് കൊടുക്കുന്നത്, പൂജയ്ക്ക് വാങ്ങിയ ഇതേപോലെ ഒരു ഈവന്റ് മാനേജ്മെന്റിന്റെ ഒരു കോർഡിനേറ്ററാണ് നമ്മുടെ മുഖ്യമന്ത്രി. അത് ശരി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഒരു കുറെ ഈവന്റുകാരന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതിലൊരു ഈവന്റ് ആയിരുന്നു 52 ബസ്സിൽ എല്ലാവരും കൂടെ ഉള്ള ഒരു യാത്ര. 52 പേരടങ്ങുന്ന, എത്ര പേരടങ്ങുന്ന മന്ത്രിമാര്? 21 പേരടങ്ങുന്ന ബസ്സിലെ യാത്ര. അല്ല, അത് മ്യൂസിയത്തിൽ വെച്ചില്ല. മ്യൂസിയത്തിൽ ബസ് വെച്ചു, നമ്മുടെ പിള്ളേർക്ക് കാണാനായിട്ട്, നമ്മുടെ മക്കളുടെ മക്കൾക്ക് കാണാനായിട്ട്. അപ്പൊ പ്രേമ, ഇതിനകത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അല്ല പ്രേമ. നമ്മൾ ആ ചർച്ചയുടെ ചരട് പൊട്ടിപ്പോണ്ട. കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ ഒരു രീതിയല്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ ഒരു ഏകാധിപതിയായ മുഖ്യമന്ത്രിക്ക് ചുറ്റും ഇത്രയും ഒന്നുമല്ലാത്ത സെക്കൻഡ് ഗ്രേഡ് കുറെ നേതാക്കളും. അതെ. ഇപ്പൊ അവരെല്ലാം പിന്നെ ശബ്ദമുയർത്തിയിരിക്കുന്നു. ശരി ശരി. ആർക്കെതിരെ? ഇവർക്ക് ഈ പറയുന്ന മരുമകനെ രക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. നേരത്തേക്ക് ന്യൂനപക്ഷ മുഖമായിരുന്നു. ഇപ്പൊ ന്യൂനപക്ഷം ഉണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ ഭൂരിപക്ഷമല്ലേ ഉള്ളൂ, അല്ലെ? ഭൂരിപക്ഷ പ്രേമമല്ലേ ഇപ്പോൾ ഉള്ളത്? ഇന്നലെ ബേബി ഇവിടെ വന്നിരുന്നു, കൊച്ചിയിൽ വന്നിരുന്നു. നിങ്ങൾക്ക് അമ്പലത്തിൽ പോകാം, കുറി തൊടാം, പാർട്ടി ആരെയും വിലക്കിയിട്ടില്ല. KM രവീന്ദ്രനാഥനെ കാണാൻ വന്നിരുന്നു. ഒരു സമയത്ത് കുഴിച്ചു മൂടി ഈ എറണാകുളത്തുകാർക്ക് അറിയാം, നമ്മളെ പേഴ്സ് സാറിനറിയാം. KM രവീന്ദ്രനാഥ്, ലോറൻസ്, VB ചെറിയാൻ തുടങ്ങിയവരെ CPM VS അടങ്ങുന്ന സംഘം ഒന്നും അല്ലാതാക്കിയിരുന്ന ആളാണ് ഈ പറയുന്ന രവീന്ദ്രനാഥ് സാർ, സഖാവ് രവീന്ദ്രനാഥ്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിൽ സ്വരാജിനെ മന്ത്രിയാക്കും എന്നൊരു ബൂമറങ് അവിടെ ഉണ്ടാക്കി, ഒരു ചലനം ഉണ്ടാക്കി.
അത് ഇല്ല, ഉണ്ടാവില്ല എന്ന് ഇദ്ദേഹം തിരിച്ചു പറഞ്ഞു. ഗോവിന്ദൻ പറഞ്ഞു. അത് ശരി. ഗോവിന്ദൻ പറഞ്ഞു എന്തുകൊണ്ടാ കെട്ടിപ്പൊക്കിയതെല്ലാം ഒറ്റയടിക്ക് തകർത്ത് കളഞ്ഞു. അല്ല പ്രേമ, അതിനകത്ത് പാർട്ടി അങ്ങനെ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. അതെ, ഈ പാർട്ടിക്കകത്ത് ഒരു കാര്യമുണ്ട്. നമുക്ക് രണ്ടു തരത്തിൽ ഒരു കാര്യത്തെ നീക്കാം. ഇപ്പൊ പ്രേമിന് ഒരു സ്ഥാനമാനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ, പ്രേമിന് ഒരു സ്ഥാനമാനം കിട്ടരുതെന്ന് ആഗ്രഹിക്കുന്നവർ, പ്രേമിന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ എഴുതും പ്രേം ഇന്ന ഭാരവാഹിയാകും. ഇത് കാണുന്നതോടെ മറ്റവർക്ക് കുരുപൊട്ടും. അതെ, മറ്റവർ കുരുപൊട്ടി ആര് പറഞ്ഞു ഇവൻ ആകൂന്ന്? പാരവണിയും. ഇവ ആവൂല, ഞങ്ങളെ കൊക്കിൽ അനുസരിക്കുന്നു, ഇവനാക്കൂല. ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എം സ്വരാജിന് മന്ത്രിയാക്കണമെന്ന് പിണറായിക്ക് ആഗ്രഹം ഉണ്ടായി കാണും. കാര്യം ഈ പറയുന്ന മുഹമ്മദ് റിയാസിനെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന എം.പി. രാജേഷ്, മുരളീധരൻ, നമ്മുടെ കൊല്ലംകാരൻ മന്ത്രി ഉണ്ടല്ലോ, നമ്മുടെ ധനകാര്യ മന്ത്രി ഉണ്ടല്ലോ, ബാലഗോപാൽ, പി രാജീവ്, കൊച്ചിക്കാരൻ പി രാജീവ്, ഇങ്ങനെ ഇവർ 3 പേരും പിണറായി പക്ഷത്തുണ്ടായിരുന്നവരാണ്. ഹാർഡ് കോർ പിണറായി പക്ഷക്കാരാണ്. ഒരു സമയത്ത് ബാലഗോപാൽ BS-നൊപ്പം നിന്നിരുന്നു. BS മുഖ്യമന്ത്രി ആയപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു. അവരെല്ലാവരും ഒരുമിച്ച് നിന്നു. അവർ പരാതി കൊടുത്തു, മുഹമ്മദ് റിയാസിനെ മാത്രം നിങ്ങൾ നോക്കുന്നു, ഞങ്ങൾ എന്താ പിന്നെ പരീക്ഷ എഴുതാതെ കയറി വന്നവരാണ്, തവിട് കൊടുത്ത് വാങ്ങിയവരാണോ, അയാൾക്ക് എന്താ മെരിറ്റ് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അപ്പോഴാണ് എം സ്വരാജിനെ കൊണ്ടുവരാം. എം സ്വരാജ് ഈ ഗ്രൂപ്പിൽ പെട്ടതാണല്ലോ. ഇത്രയും കാലം ഉറങ്ങിയിരുന്ന സ്വരാജിനെ തട്ടി നീ സ്ഥാനാർത്ഥി ആയിക്കോ എന്ന് പറഞ്ഞു. സ്വരാജ് എഴുതി വാങ്ങിച്ചെന്നാ പറയുന്നത്. ഇതല്ലെങ്കിൽ എന്നെ രാജ്യസഭയിലേക്ക് അയക്കണം. അപ്പൊ എം സ്വരാജിനെ മന്ത്രിയാക്കാം എന്ന് പറഞ്ഞത് ഗോവിന്ദൻ വെട്ടി. ഗോവിന്ദൻ സെക്രട്ടറിയുടെ പവർ കാണിച്ചു. ഗോവിന്ദൻ കൂടെ സെക്രട്ടറിയുടെ പവർ കാണിക്കും. അപ്പോഴത്തേക്ക് പിണറായി പഴയ സെക്രട്ടറി ഉൾപ്പെടുത്തിടും. ഇവിടെ വാ, നിന്റെ അടുത്ത് ആര് പറഞ്ഞ് ഇത് പറയാനായിട്ട്, ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഒരടി തലക്കിട്ട് അടിച്ചോളൂ. അപ്പോഴത്തേക്ക് വീണ്ടും പഴയതുപോലെ കോതുമായിട്ട് ഇങ്ങനെ ഇരിക്കും. അല്ല, പുള്ളി വലിയ താത്വിക ആചാര്യനൊക്കെയാണ്, അങ്ങനെ നിസ്സാരമാക്കണം. താത്വിക ആചാര്യനൊന്നും അല്ല. ഞാൻ ഉള്ളതിൽ വെച്ച് പ്രേമേ, താത്വിക ആചാര്യൻ എന്നൊക്കെ പറഞ്ഞാല് ഇന്നത്തെ കമ്മ്യൂണിസത്തില് എന്ത് താത്വികം പറഞ്ഞാലാണ് നടക്കുന്നത്? പ്രേം പറ, എന്ത് താത്വികമാണ്? പ്രായോഗിക രാഷ്ട്രീയം പറ്റുള്ളൂ. പ്രായോഗിക രാഷ്ട്രീയം അല്ല പ്രേമേ. ഈ പറയുന്ന രീതിയിൽ താത്വികം പറഞ്ഞിട്ട് വല്ല പിണറായിസം അല്ലേ ഇവിടെ നടപ്പാവുന്നുള്ളൂ, അല്ലേ? അതെ, CPM അല്ല, കോർപ്പറേറ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് ആണ്, അല്ലേ? നമ്മുടെ ബഷീർ എന്ന് പറയുന്ന MLA പറയുന്നത് അങ്ങനെയല്ലേ? അദ്ദേഹത്തിന്റെ നാളെ തുളുനാടൻ ഭാഷയിൽ അദ്ദേഹം സംസാരിക്കും സഭയിൽ. ബഷീറില്ലേ, ഇത് ഭംഗിയായിട്ട് സംസാരിക്കണേ. നിങ്ങൾക്കൊന്ന് ഓർത്തു നോക്കി സാക്കളെ, നിങ്ങൾക്ക് വല്ല കമ്മ്യൂണിസ്റ്റ് അറിയോ എന്നാണ് അദ്ദേഹം ചോദിക്കണേ, അല്ലേ? ഇങ്ങനെയാണ് അദ്ദേഹം ചോദിക്കണേ. രസകരമായിട്ട് സംസാരിക്കും. അപ്പൊ ഇവിടെ ഇതില് ഒന്നുമില്ല. പിണറായിക്ക് ആഗ്രഹമുണ്ട് സ്വരാജിനെ മന്ത്രിയാക്കണം. ഇതിലൊരു 3 പേര് വെട്ടിമാറ്റാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. കാര്യം ധനമന്ത്രിയെങ്കിലും എനിക്കൊന്നിനും പറ്റണില്ല. ധനമന്ത്രിയെ ഇപ്പൊ ചർച്ചയിൽ അദ്ദേഹത്തിന് KM എബ്രഹാമിന്റെ സ്ഥാനം പോലും ഇല്ല. ഉദ്യോഗസ്ഥനായ KM എബ്രഹാമിനെ ചർച്ചകൾക്ക് സഭയിലല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇതൊരു ധനകാര്യ ചർച്ച നടക്കുന്നു വിചാരിക്കുക. KM എബ്രഹാമിനെയും പിന്നെ ആദ്യം വിളിച്ചതിന് ശേഷമായിരിക്കും ഇദ്ദേഹത്തെ വിളിക്കുന്നത്. ആരെ? നമ്മുടെ ധനകാര്യമന്ത്രിയെ വിളിക്കുന്നത്. ബാലഗോപാൽ പറയും അങ്ങനെയല്ലേ ആദ്യം വിളിച്ചേ, അങ്ങേര് പോട്ടെ, ഞാൻ എന്തിനു പോകണം? അല്ല, ബാലഗോപാലിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഖജനാവിൽ കാശുണ്ടെങ്കിലല്ലേ ധനമന്ത്രിക്ക് പ്രസക്തി ഉള്ളൂ. അല്ല, ധനമന്ത്രി, ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളിവിടെ നിങ്ങളും ഞാനും ഒക്കെ പത്രം വായിക്കുന്നവരാണ്. നമ്മൾ ഈ സമകാലിക രാഷ്ട്രീയം നമ്മൾ കാണുന്നവരാണ്, നിരീക്ഷിക്കുന്നവരാണ്. എത്രയോ മന്ത്രിസഭ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ കണ്ട മന്ത്രിസഭകളിലൊക്കെ തന്നെ എത്രയോ ധനകാര്യ മന്ത്രിമാരുണ്ടായിരുന്നു. തോമസ് ഐസക്, വി വിശ്വനാഥ മേനോൻ, ടി ശിവദാസ മേനോൻ പരാജയമായിരുന്നു. വി വിശ്വനാഥ മേനോൻ എന്ന് പറഞ്ഞ എറണാകുളത്ത് തൃപ്പൂണിത്തുറയിൽ ജയിച്ച ആളാണ്. കെ എം മാണി കേരളം കണ്ട ഏറ്റവും നല്ല. പിന്നെ തോമസ് ഐസക്, ഇവരൊക്കെ എന്ത് നല്ല ഇതോടുകൂടിയാണ് ഓരോന്ന് ചെയ്തിരുന്നത്. ആ സ്ഥാനത്താണ് നമ്മൾ കാണുന്ന ഈ പറയുന്ന വ്യക്തിത്വത്തെ കൊണ്ടുവച്ച്. അത് അദ്ദേഹത്തിന്റെ കുഴപ്പമല്ല, പരിമിതി മാത്രമല്ല പ്രേമേ, അദ്ദേഹത്തിന് ഭരിക്കാൻ അനുവദിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഭരിക്കാൻ അനുവദിക്കാതെ ഈ ഉദ്യോഗസ്ഥൻ KM എബ്രഹാമിനെ കൊണ്ടുവച്ചു. അതുപോലെ തന്നെ വേറെയും പലരെയും ഇത്തരത്തിൽ കൊണ്ടുവച്ചിരുന്നു. വേറെ പലരും ഇതുപോലെ കഥാപാത്രങ്ങളായിട്ട്, അതായത് ഒന്നിന്റെ മുകളിൽ, അതായത് അർഹതയില്ലാത്തവരുടെ മേളിൽ, ഇപ്പൊ മന്ത്രിയേക്കാൾ മേളിൽ ഉദ്യോഗസ്ഥൻ. അതൊരു കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് ഇന്ന് വരെ നടന്നിട്ടില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ ഇന്ന് വരെ നടന്നിട്ടില്ല. എന്റെ അറിവിൽ, എന്റെ കേട്ടറിവിൽ, എന്റെ കേട്ടറിവ് എന്റെ അച്ഛനൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് EMS മന്ത്രിസഭ, ശേഷം വന്നിട്ടുള്ള നയനാർ മന്ത്രിസഭ, ഇവിടുത്തെ പേരുകേട്ട മന്ത്രിമാർ EK ഇമ്പിച്ചി ബാവ, പിന്നെ KR ഗൗരിയമ്മ, എന്തിനു പറയണു നമ്മുടെ കോൺഗ്രസ് മന്ത്രിസഭയിലെ വക്കം പുരുഷോത്തമൻ, കേരളം കണ്ട ഏറ്റവും മികച്ച മന്ത്രിമാരാണ്. അവർക്ക് ഉദ്യോഗസ്ഥരെ വരയ്ക്കപ്പെടാൻ നിർത്തിയിട്ടില്ല. ജി സുധാകരൻ. അപ്പൊ നമുക്കിവിടെ പറയാനുള്ളത്, ഇവിടെ ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയായി ഒന്ന് ആക്ട് ചെയ്ത് നോക്കിയതാണ്, പാളിപ്പോയി. ഒന്ന് ആക്ട് ചെയ്ത് നോക്കിയതാണ്. എം സ്വരാജ് ജയിക്കട്ടെ, ആദ്യം ജയിച്ചിട്ട് നമുക്ക് ആലോചിക്കാം
മന്ത്രിയാകുമോ ഇല്ലയോ എന്നുള്ളത്. ഏതായാലും പ്രേമ ചോദിച്ചാൽ തന്നെ ഞാനും ചോദിക്കുന്നു, ആദ്യം ജയിക്കട്ടെ, അതെ, എന്നിട്ട് നമുക്ക് മന്ത്രിയായി കാണുന്ന സന്തോഷമുള്ളൂ അല്ലേ. അതെ അതെ. നമ്മൾ ഇത്രയും വിമർശിച്ച് തുടക്കത്തില് എം സ്വരാജ് ഒന്നുമില്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇല്ലെങ്കിലും പുള്ളിക്ക് ഒരു സ്ഥാനം കിട്ടേണ്ട. പിന്നെ ഒരു ചെറുപ്പക്കാരനല്ലേ, ഒരു ചെറുപ്പക്കാരനാകുന്നതിൽ നമുക്കെല്ലാം സന്തോഷമേ ഉള്ളൂ. നമുക്ക് കാത്തിരിക്കാം. ഓക്കെ.